ആ വിളി ഇന്നും തുടരുന്നു. ഹജ്ജിന്റെ യഥാർത്ഥ കഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാലം പിന്നോട്ട് പോകാം. ഒരു വിശാലമായ വിജനമായ ശൂന്യമായ മരുഭൂമി. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിൽക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് വലിയൊരു ദൗത്യം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വീടിനെ പണിയാൻ, കഅബ പണിയാൻ. മരുഭൂമിയിലെ ചൂടും വെയിലും സഹിച്ച് നമ്മുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓരോ കല്ലുകൾ വെച്ചു. ഓരോ കല്ലുകൾ വെക്കുമ്പോഴും അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹ് ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. അവസാനം കഅബ പണിഞ്ഞു. അള്ളാഹുവിന് സന്തോഷമായി. പിന്നീട് അള്ളാഹു പറയാണ്, ഇനി വിളിക്ക്, ഇങ്ങോട്ട് ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കൂ എന്ന് പറയാണ്. ഇബ്രാഹിം നബി അപ്പൊ ചോദിക്കാണ്, അള്ളാഹ് ഈ വിജനമായ മരുഭൂമിയിൽ എൻ്റെ വിളി ആര് കേൾക്കാൻ? അപ്പോൾ അള്ളാഹു പറയാണ്, നീ വിളിക്കൂ, കേൾപ്പിക്കുന്നത് ഞാനാണ് എന്ന്. അങ്ങനെ ഇബ്രാഹിം നബി വിളിച്ചു. ആ വിളി കാലത്തിനപ്പുറം കടന്നു. ഇന്ന് വരെ ആ വിളി തുടരുന്നു. ഇന്ന് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അതൊരു യാത്രയല്ല, ആ വിളിക്ക് നാം നൽകുന്ന മറുപടിയാണ്. പക്ഷേ ഒരു സത്യമുണ്ട്, എല്ലാവർക്കും ആ വിളി ലഭിക്കണമെന്നില്ല. കാരണം അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് അവിടേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ അതിനൊക്കെ തയ്യാറാണോ? നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, പക്ഷെ നമ്മുടെ നാവ് ശുദ്ധമാണോ? മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ അവരുടെ കുറവുകൾ, അവരുടെ തെറ്റുകളൊക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾക്ക് അറിയുന്നില്ല. നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണെന്ന് നമ്മൾ ഓർക്കുന്ന പോലുമില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആരുടെയും ഒരു രൂപ പോലും നമ്മൾ അന്യായമായി എടുക്കരുത്. കാരണം മറ്റുള്ളവരുടെ ഹക്ക് എടുത്താൽ ജീവിതത്തിൽ ബർക്കത്ത് പോവും. പണം ഉണ്ടാവും, പക്ഷേ ഒരു ശാന്തിയില്ല, അനുഗ്രഹമില്ല, അതൊരവസ്ഥയായിട്ടുണ്ടാവും. ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മൾ മാറ്റണം. കടമുണ്ടെങ്കിൽ തീർക്കണം, ആരുടെയെങ്കിലും പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. ഹലാൽ വഴി മാത്രം സമ്പാദിക്കണം. കാരണം ഹജ്ജ് ഒരു യാത്രയല്ല, അതൊരു ശുദ്ധീകരണമാണ്. അള്ളാഹു വിളിച്ചാൽ അപ്പോൾ നമുക്ക് വഴികൾ തുറക്കും. അള്ളാഹു വിളിക്കാനാൽ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് യാ അള്ളാഹ്, ഇബ്രാഹിം നബിയുടെ ആ വിളിക്ക് ഉത്തരം പറയുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഹജ്ജ് ആഗ്രഹിക്കുന്നത് മാത്രം പോരാ, ആ യാത്രക്ക് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഒരു പൈസ പോലും എടുക്കാതെ, കടം വെച്ചാൽ അത് തീർത്ത്, മറ്റുള്ളവരെ കുറിച്ച് പറയാതെ, അവരുടെ കുറവുകൾ അന്വേഷിക്കാതെ, നമ്മുടെ കുടുംബ ബാധ്യതകൾ നല്ല രീതിയിൽ നിറവേറ്റി ഇങ്ങനെ ജീവിച്ചുകൊണ്ട് ഹലാൽ വഴി മാത്രം പിന്തുടർന്നുകൊണ്ട്, അപ്പോൾ നമ്മൾ ആ ആഗ്രഹത്തിന്, നമ്മുടെ ഹജ്ജ് എന്ന ഒരു ആഗ്രഹത്തിന് അപ്പോഴാണ് വില ഉണ്ടാവുന്നത്. നിസ്കാരം മാത്രമല്ല, നമ്മുടെ മനസ്സ്, നമ്മുടെ സത്യസന്ധത, അതും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. അതാണ് അള്ളാഹു കാണുന്നത്. നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് ശാന്തമായി, സത്യമായി, ശുദ്ധമായി ജീവിക്കാം. നമുക്കും ആ വിളി, ഇബ്രാഹിം നബിയുടെ ആ വിളിയാണ് ലഭിക്കട്ടെ. ആമീൻ.